ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ബോഡി സർക്കുലേഷൻസ് എന്നുള്ള ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലഡ് വെസൽസിനെ കുറിച്ചിട്ടാണ്. എന്താ അറിയോ ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രക്തം ഒഴുകുന്ന കുഴലുകളെയാണ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്. ഓക്കെ. ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലഡ് ഒഴുകുന്ന പൈപ്പുകൾ, രക്തക്കുഴലുകൾ. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലഡ് ഒഴുകുന്നത് ബ്ലഡ് വെസൽസിന്റെ അകത്ത് കൂടെയാണ്. നമ്മുടെ ശരീരത്തിൽ 3 ടൈപ്പ് ബ്ലഡ് വെസൽസ് ആണുള്ളത്. ബ്ലഡ് വെസൽസ് 3 വിധമാണുള്ളത്. ഓക്കെ, ഏതൊക്കെയാണെന്നറിയോ? ആദ്യത്തേതിന്റെ പേരാണ് ആർട്ടറീസ്, രണ്ടാമത്തേതാണ് വെയിൻസ്, മൂന്നാമത്തേതാണ് കാപ്പിലറീസ്. 3 തരം ബ്ലഡ് വെസൽസ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നിന്റെ വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഓക്കെ, ആദ്യം ആർട്ടറീസ് നോക്കാം. ആർട്ടറീസ് എന്താ അറിയോ ചെയ്യുക? ഹൃദയത്തിൽ നിന്നും രക്തത്തിനെ എടുത്തിട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലോട്ടും എത്തിക്കും. ആർട്ടറീസ് ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട് ടു അതർ ടിഷ്യൂസ്. നമ്മുടെ ഹൃദയത്തിൽ നിന്നാണല്ലോ ബ്ലഡ് എല്ലായിടത്തേക്ക് എത്തുന്നത്. നമ്മുടെ വീടിന്റെ വാട്ടർ ടാങ്ക് പോലെയാ നമ്മുടെ ഹൃദയം അല്ലെ? വാട്ടർ ടാങ്ക് അല്ലേ? വാട്ടർ ടാങ്കിൽ നിന്നാണ് എല്ലാ പൈപ്പിലോട്ടും വെള്ളം എത്തുന്നത്. അതേപോലെ ഹൃദയത്തിൽ നിന്നാണ് ഈ ബ്ലഡ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും എത്തുന്നത്. ആ കൊണ്ടുപോകുന്ന ആളുകളെയാണ് നമ്മൾ ആർട്ടറീസ് എന്ന് പറയുന്നത്. ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട് ടു അതർ ടിഷ്യൂസ്. മനസ്സിലായോ? ഇനി അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും എത്തുന്നത് എന്ത് രക്തമാ? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഓക്സിജൻ കണ്ടന്റ് ബ്ലഡ് ആണ് ഹൃദയത്തിൽ നിന്ന് എല്ലാ ഭാഗത്തോട്ടും എത്തുന്നത്. ഈ ബ്ലഡിന്റെ പണി എന്ന് പറയുന്നത് എന്താ? ഓക്സിജന് എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും എത്തിക്കുക എന്നുള്ളതല്ലേ? അപ്പോ ഓക്സിജൻ കണ്ടന്റ് അതിനെ നമ്മൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയും. ഇതിനെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും എത്തിക്കും. ആരാ കൊണ്ടുപോകുന്നത്? പൾമനറി, എക്സെപ്റ്റ് പൾമനറി ആർട്ടറി. മോള് മനസ്സിലാക്കുക, എല്ലാ ആർട്ടറീസും എന്ത് ചെയ്യും? ഹൃദയത്തിൽ നിന്ന് ബ്ലഡിനെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും എത്തിക്കും. ഓക്കെ, മനസ്സിലായോ? ഇനി അങ്ങനെയാണെങ്കിൽ എന്താ നമ്മുടെ വെയിൻസിന്റെ പണി എന്നറിയോ? വെയിൻസ് എന്ത് ചെയ്യറിയോ? ഇപ്പൊ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും ബ്ലഡ് എത്തിച്ചു കഴിഞ്ഞാൽ ശരീരം ആ ബ്ലഡ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അശുദ്ധ രക്തം ഉണ്ടാവുമല്ലോ. ഈ അശുദ്ധ രക്തത്തെ തിരിച്ച് ഹൃദയത്തിലോട്ട് കൊണ്ടുവരുന്നത് ആരാ? നമ്മുടെ വെയിൻസുകളാണ്. അപ്പോ ഹൃദയത്തിൽ നിന്ന് ബ്ലഡിനെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും എത്തിക്കുന്നത് ആർട്ടറീസ് ആണെങ്കിൽ, ശരീരം വർക്ക് ചെയ്തതിന് ശേഷം അശുദ്ധ രക്തത്തെ തിരിച്ച് ഹൃദയത്തിലോട്ട് എത്തിക്കുന്നത് നമ്മുടെ വെയിൻസുകളാണ്. ഓക്കെ, മക്കള് മനസ്സിലാക്കുക, 2 ടൈപ്പ് ഓഫ് ബ്ലഡ് ഉണ്ട്. പ്യുവർ ബ്ലഡ് ഉണ്ട്, ഇംപ്യുവർ ബ്ലഡ് ഉണ്ട്. പ്യുവർ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധരക്തം, ഇംപ്യുവർ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധ രക്തം. ഓക്കെ, ഇപ്പൊ ശരീരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലഡ് ഒക്കെ ചീത്ത ബ്ലഡ് ആകും, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള ബ്ലഡ് ആകും. അതിനെയാണ് നമ്മൾ ഇംപ്യുവർ ബ്ലഡ് എന്ന് പറയുന്നത്. ആ ഇംപ്യുവർ ബ്ലഡിനെ തിരിച്ച് ഹൃദയത്തിലോട്ട് എത്തിക്കുന്നതാണ് വെയിൻസ്. ഈ വെയിൻസ് കൂടുതലും ബ്ലൂ കളറിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ബ്ലൂ കളറിലാണ് നമുക്ക് വെയിൻസുകളെ കാണാൻ പറ്റുന്നത്. അതേപോലെ ആർട്ടറീസ് കൂടുതലും റെഡ് കളറിലാണ്. അപ്പൊ റെഡ് കളറിൽ കാണിക്കുന്നത് ആർട്ടറീസ് ആണ്, ബ്ലൂ കളറിൽ കാണിക്കുന്നത് വെയിൻസുകളാണ്. വെയിൻസിൽ എപ്പോഴും എന്താ ഉണ്ടാവുക? അശുദ്ധ രക്തമാണ് ഉണ്ടാവുക, ഇംപ്യുവർ ബ്ലഡ് ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടന്റ് ബ്ലഡ് ആണ് ഉണ്ടാവുക. ആർട്ടറീസിലും കൂടുതൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഉണ്ടാവുക, ഓക്സിജൻ കണ്ടന്റ് ബ്ലഡ് ഉണ്ടാവുക ട്ടാ. ഇനി പറയാനുള്ളത്, ഈ വെയിൻസുകൾക്ക് എന്തുണ്ട്? വാൾവുകൾ ഉണ്ട്. കണ്ട, ഈ വെയിൻസുകളെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഒരു വാൾവ് ഉണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ബ്ലഡ് വെയിനിൽ നിന്ന് ഇങ്ങനെ ഒഴുകുക എന്ന് വിചാരിച്ചു, ഇങ്ങനെ ഒഴുകി പോകുന്ന ബ്ലഡ് തിരിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹൃദയത്തിൽ വെയിൻസുകളിൽ വാൾവ് ഉള്ളത്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ എന്തുണ്ട്? വാൾവ് ഉണ്ട് അല്ലെ? പൈപ്പിന് വാൾവ് എന്താ ചെയ്യുന്നത്? വാൾവ് അടച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വെള്ളം തിരിച്ചു കയറൂല അല്ലെ? ആ ഭാഗത്തോട്ട് പിന്നെ വെള്ളം പോവില്ല. അപ്പൊ ബ്ലഡ് തിരിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ബ്ലഡ് ബാക്ക് ഫ്ലോ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെയിൻസുകളിൽ വാൾവ് ഉള്ളത്. പക്ഷെ ആർട്ടറീസിൽ എന്തില്ല? വാൾവ് ഇല്ല. ഓക്കെ, അപ്പൊ എല്ലാ വെയിൻസുകളിലും എന്തുണ്ട്? വാൾവ്സ് ഉണ്ട്. വാൾവ്സ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു പ്രിവെന്റ് ദി ബാക്ക് ഫ്ലോ ഓഫ് ദി ബ്ലഡ് തിരിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെയിൻസുകളിൽ വാൾവ് ഉള്ളത്. ഓക്കെ, ഇനിയാണ് കാപ്പിലറീസ്. മോളെ,
മക്കളെ ഞാൻ പറഞ്ഞു ആർട്ടറി ഉണ്ട്, വെയിൻസുകളുണ്ട്. ഈ ആർട്ടറീസും വെയിൻസുകളും ജോയിൻ ചെയ്യുന്ന നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസിന് പറയുന്ന പേരാണ് കാപ്പില്ലറി. സോ കാപ്പില്ലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടറീസ് ഡിവൈഡ് ഇൻ ടു തിൻ വാൾഡ് സിംഗിൾ ലെയേർഡ് വെസൽസ്. ഓക്കെ, അതിനെ വിളിക്കുന്ന, അതേപോലെ വെയിൻസും എന്താവും, ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് കുറെ ബ്ലഡ് വെസൽസുകൾ ഉണ്ടാകും. ഇവരെ യുണൈറ്റ് ചെയ്യുന്ന ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് കാപ്പിലറീസ്. മനസ്സിലായോ? കാപ്പിലറീസ്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ അറ്റങ്ങൾ ഉണ്ടാവും. നഖത്തിന്റെ അറ്റം, തലയുടെ അറ്റം, കാലിന്റെ അറ്റം. ഈ അറ്റങ്ങളിലോട്ടൊക്കെ ബ്ലഡ് എടുക്കുന്നതും അവിടെ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ കാപ്പിലറികളാണ്. കാപ്പിലറി ചെറിയ നേർത്ത രക്തക്കുഴലുകളെയാണ് നമ്മൾ കാപ്പിലറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിക്കാം. മനുഷ്യ ഹൃദയത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഹ്യൂമൻ ഹാർട്ട്. ഹ്യൂമൻ ഹാർട്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹ്യൂമൻ ഹാർട്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോ ഇതാണ് നമ്മുടെ ഒരു ഹ്യൂമൻ ഹാർട്ട്. മനുഷ്യന്റെ ഹൃദയം 4 ചാമ്പേഴ്സ് അടങ്ങിയിട്ടുള്ള ഹൃദയമാണ്. 4 അറകളാണ് ഹ്യൂമൻ ഹാർട്ടിനുള്ളത്. ആദ്യം മനസ്സിലാക്കുക, ഇറ്റ് ഈസ് എ മസ്കുലാർ പമ്പ്. മസിൽസുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു പമ്പാണ് ആര്? നമ്മുടെ ഹൃദയം. കണ്ട, ഒരുപാട് പൈപ്പുകൾ ഉണ്ട് അല്ലെ, ഒരുപാട് കണക്ഷൻസുകൾ ഉണ്ട്. ഇതിന്റെ അകത്ത് നിറയെ ബ്ലഡാ. ഈ ബ്ലഡിനെ എല്ലായിടത്തേക്കും പമ്പ് ചെയ്യുന്ന ഒരു മസ്കുലാർ ഓർഗനാണ് നമ്മുടെ ഹാർട്ട്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിന്റെ വെയിറ്റ് എത്രയാ? 250 ഗ്രാം തൊട്ടിട്ട് 350 ഗ്രാം വരെ. ഓരോരുത്തർക്കും ഇതിന്റെ ഇടയിലാണ് വരുന്നത് കേട്ടാ. നോർമലി ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ വെയിറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 250 ഗ്രാം തൊട്ടിട്ട് 350 ഗ്രാം വരെയാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഹൃദയം എന്താ ചെയ്യുക? ഹൃദയം ബ്ലഡിനെ ഹൃദയത്തിൽ നിന്നെടുത്തിട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും എത്തിക്കും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ എവിടെയാ ഹൃദയം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ 2 ലങ്സ് ഇല്ലേ, ലങ്സ്. ഈ 2 ലങ്സിന്റെ നടുവിലായിട്ടാണ് ഹൃദയമുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഹൃദയത്തിന്റെ സൈസ് എങ്ങനെയാണെന്നറിയോ? ഹൃദയത്തിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് ലൈക്ക് എ ക്ലഞ്ച്ഡ് ഫിസ്റ്റ്. ഇങ്ങനെ ഈ ഫിസ്റ്റ്, ഇതാണ് ഫിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചുരുട്ടി വെച്ച കൈ പോലെയാണ് നമ്മുടെ ഹൃദയം ഉള്ളത്. ഇങ്ങനെ ചുരുട്ടി വെച്ച പോലെയാ ട്ടാ. ചുരുട്ടി വെച്ച ഹൃദയം പോലെയാണ് നമ്മുടെ കൈയുള്ളത്. കൈ ചുരുട്ടി വെച്ച പോലെയാണ് ഇരിക്കുക. ഓക്കെ, ഒരു കൈപ്പത്തി ചുരുട്ടി വെച്ച സൈസിലാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്. ക്ലഞ്ച്ഡ് ഫിസ്റ്റ് എന്ന് പറയും ട്ടാ. ക്ലഞ്ച്ഡ് ഫിസ്റ്റ് പോലെയാണ് ഇരിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഹൃദയത്തിന് ഒരു കവറിങ് ഉണ്ട്. ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ട്. ഒരു ലെയർ വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ആ ഡബിൾ ലെയേർഡ് പ്രൊട്ടക്റ്റീവ് ലെയറിന് പറയുന്ന പേര് പെരികാർഡിയം എന്നാ. പെരികാർഡിയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹൃദയത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കവറിങ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സ്കിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണില്ലേ? ഈ സ്കിന്നുള്ള കാരണം കൊണ്ടല്ലേ നമ്മൾ സുഖമായിട്ടിരിക്കുന്നത്, നമ്മുടെ പെട്ടെന്ന് ആർക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആവരണമുണ്ട്, ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആവരണം. അതിന് പറയുന്ന പേരാണ് പെരികാർഡിയം. പെരികാർഡിയം. ഈ പെരികാർഡിയത്തിന്റെ അകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. പെരികാർഡിയൽ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പൊ ഇത് ഹൃദയമാണ്. ഹൃദയത്തിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ലെയർ ഉണ്ട്. ആ ലെയറിന് വിളിക്കുന്ന പേരാണ് പെരികാർഡിയം. ഈ പെരികാർഡിയത്തിന്റെ അകത്ത് ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഒരു വെള്ളം പോലത്തെ ഒരു സാധനമുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. പെരികാർഡിയൽ ഫ്ലൂയിഡ്. ഈ പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉള്ളത് കാരണം കൊണ്ടാണ് അധികം ബുദ്ധിമുട്ടില്ലാണ്ട് ഹൃദയം വർക്ക് ചെയ്യണത്. ഓക്കെ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രഷർ നമ്മുടെ ഹൃദയത്തിലോട്ട് വന്ന് ആരെങ്കിലും നമ്മുടെ നെഞ്ചത്തേക്ക് ഒരൊറ്റ ചവിട്ട് തട്ടി, ഓക്കെ, അപ്പൊ പെട്ടെന്ന് ഒരു അപകടം പറ്റാണ്ട് ഹൃദയത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റണത് ഈ പെരികാർഡിയം ഉള്ളതുകൊണ്ടാണ്. ഈ പെരികാർഡിയവും ഈ പെരികാർഡിയത്തിന്റെ അകത്തുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട്, പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഫോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബലം നമ്മുടെ ഹൃദയത്തിൽ അനുഭവപ്പെട്ടു കഴിഞ്ഞാല്, ആരെങ്കിലും പിടിച്ച് നമ്മൾ ഹൃദയം അമർത്തി കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് ആ ഹൃദയത്തിന് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു ആവരണം കൂടിയാണ് നമ്മുടെ പെരികാർഡിയവും
പെരികാർഡിയൽ ഫ്ലൂയിഡും. സോ നമുക്ക് പറയാം, this pericardial fluid reduces the friction between the heart valves. ഹൃദയത്തിന്റെ ഭിത്തികളിൽ രൂപപ്പെടുന്ന ബലത്തിൽ നിന്ന് സംരക്ഷിക്കാൻ നമ്മൾ ആര് ഹെൽപ്പ് ചെയ്യും? പെരികാർഡിയം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അത്രയുള്ളൂ നമ്മുടെ ഹാർട്ടിന്റെ ഇൻട്രൊഡക്ഷൻ. ഇനി ഞാൻ പറയട്ടെ, ഈ ഹൃദയത്തിന് 4 അറകളുണ്ട്. നിങ്ങൾ കേൾക്കണ്ടാ? സന കേൾക്കുന്നുണ്ടാ? സന കേൾക്കുന്നുണ്ടാ? റിൻഷിത കേൾക്കുന്നില്ലേ? ഓക്കെ, ഹൃദയത്തിന് 4 അറകളുണ്ട്. കണ്ടാ? ഇവിടെ ബ്ലൂ കളറിൽ ഒരു അറണ്ട്, 2 അറകളുണ്ട് അല്ലേ? ഇവിടെ റെഡ് കളറിൽ 2 അറകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ബ്ലൂ കളർ കണ്ടു കഴിഞ്ഞാൽ അതിൽ അശുദ്ധ രക്തമാണ് ഉണ്ടാവുക. ഓക്കെ, റെഡ് കളർ കണ്ടു കഴിഞ്ഞാൽ മക്കൾ മനസ്സിലാക്കുക, അതിൽ എപ്പോഴും ശുദ്ധരക്തമാണ് ഉണ്ടാവുക. ശുദ്ധരക്തം തന്നെയാണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്നറിയപ്പെടുന്നത്. അശുദ്ധ രക്തത്തെയാണ് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കണ്ടന്റ് ഉള്ള ബ്ലഡ്. ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് അശുദ്ധരക്തം, ഓക്സിജനേറ്റഡ് ബ്ലഡ് ശുദ്ധരക്തം. ഓക്കെ, മക്കള് മനസ്സിലാക്കുക, നമ്മുടെ ഹൃദയത്തിന്, ഒരു മനുഷ്യ ഹൃദയത്തിന് 4 അറകളുണ്ട്. റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്തെ ഭാഗം, ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തെ ഭാഗം. ഈ വലത്തെ വശത്ത് 2 അറകളുണ്ട്, ഇടത്തെ വശത്തും 2 അറകളുണ്ട്. ഓക്കെ, അറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, റൂം അല്ലെ, ചെറിയ ചെറിയ ഒരു റൂമുകളുണ്ട്. അപ്പോ വലത്തെ വശത്ത് റൈറ്റ് ആട്രിയം ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ട്. ഈ റൈറ്റ് വശത്ത് എപ്പോഴും ഇംപ്യൂർ ബ്ലഡ് ആണ് ഉണ്ടാവുക. ഹൃദയത്തിന്റെ വലതുവശത്ത് റൈറ്റ് ആട്രിയത്തിലും റൈറ്റ് വെൻട്രിക്കിളിലും എപ്പോഴും അശുദ്ധ രക്തമാണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിന്റെ ഇടത്തെ വശത്ത്, ഇടത്ത് ലെഫ്റ്റ് ആട്രിയം ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട് അല്ലെ? എപ്പോഴും ലെഫ്റ്റ് ഭാഗത്ത് എന്താ ഉണ്ടാവുക? ലെഫ്റ്റ് ചേമ്പേഴ്സിൽ എപ്പോഴും ശുദ്ധരക്തം ഉണ്ടാവുക. മിസ് പറഞ്ഞു, റെഡ് ഡിനോട്ട് ചെയ്യുന്നത് ശുദ്ധരക്തം, ബ്ലൂ ഡിനോട്ട് ചെയ്യുന്നത് അശുദ്ധരക്തം. ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും ശുദ്ധരക്തമാണ് ഉണ്ടാവുക, റൈറ്റ് സൈഡിൽ എപ്പോഴും അശുദ്ധരക്തമാണ് ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായോ? ദ ഹാർട്ട് ഈസ് 4 ചേമ്പേർഡ്. 2 അപ്പർ ആർട്ടറി ഉണ്ട്. നോക്ക്, ഇവിടെ ഒരു ആർട്ടറി ഉണ്ട്, ഇവിടെ ഒരു ആർട്ടറി ഉണ്ട്. ലോവർ വെൻട്രിക്കിൾ, ഇത് റൈറ്റ് വെൻട്രിക്കിൾ, ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ആട്രിയത്തിനും വെൻട്രിക്കിളിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സെപ്റ്റം ഉണ്ട്. സെപ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു തടസ്സം അല്ലെ? റൈറ്റ് ആട്രിയത്തിനും വെൻട്രിക്കിളിനും കൂടിയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു സെപ്റ്റം ഉണ്ട്, ഒരു പാലം എന്ന് പറയും. പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ്, ഒരു കണക്ഷൻ ഉണ്ട് അല്ലെ? ഇനി അതേപോലെ ഇവിടെ ലെഫ്റ്റ് ആട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു സെപ്റ്റം ഉണ്ട്. കണ്ട, സെപ്റ്റം. അതിന് നമ്മൾ ആട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറയും. ആട്രിയത്തിനും വെൻട്രിക്കിളിനും കണക്ട് ചെയ്യുന്ന സെപ്റ്റത്തെ നമ്മൾ ആട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറയും. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇപ്പൊ റൈറ്റ് ആട്രിയത്തിൽ ബ്ലഡ് നിറഞ്ഞു കഴിഞ്ഞാൽ അത് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഈ സെപ്റ്റം ഓപ്പൺ ആവണം അല്ലെ? ഈ വാൾവ് തുറക്കണം. അപ്പൊ ഇതിനെ, റൈറ്റ് ആട്രിയത്തിനെയും റൈറ്റ് വെൻട്രിക്കിളിനെയും കണക്ട് ചെയ്യുന്ന ഒരു സെപ്റ്റമാണ് ആട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. അത് ലെഫ്റ്റ് ആട്രിയത്തിലും ലെഫ്റ്റ് വെൻട്രിക്കിളിലും ഉണ്ട്. ഓക്കെ, ഇനി കണ്ടാ ഹൃദയം ഇടിക്കുന്നത്? കണ്ടാ നിങ്ങള്? കാണാനുണ്ടാ? ഹൃദയം ഇടിക്കുന്നത് കാണാനുണ്ടാ? ബ്ലഡ് വരുന്നതും പോണതും കാണാനുണ്ടാ? കണ്ടാ, ബ്ലഡ് വരുന്നു, ബ്ലഡ് പോകുന്നു, റൈറ്റ് ആട്രിയത്തിലോട്ട് ബ്ലഡ് വരുന്നു, റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകുന്നു. കണ്ടാ? ഓക്കെ, ഇനി ഓരോ അറയുടെ സ്പെഷ്യാലിറ്റിയാണ് പറയാൻ പോണത്. ഓക്കെ, ലിസൺ ചെയ്യുന്നുണ്ടാ നിങ്ങള്? ലിസൺ ചെയ്യുന്നുണ്ടാ? കേൾക്കുന്നുണ്ടാ? ഹലോ, കേൾക്കുന്നുണ്ടാ? ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ മക്കളെ? ഹലോ, മക്കൾക്ക് കേൾക്കാവോ? ഹലോ സന, കേൾക്കാവോ? ഹലോ, 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 കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. ഓക്കെ,
ഇനി നമുക്ക് ഓരോ ഓരോ ചാമ്പേഴ്സിന്റെ ഇമ്പോർട്ടൻസ് പഠിക്കാം. നിങ്ങൾ കണ്ട ഇവിടെ ഒരു റൈറ്റ് ആട്രിയം ഉണ്ട് അല്ലേ? കണ്ടോ നിങ്ങൾ റൈറ്റ് ആട്രിയം? ഇതാണ് റൈറ്റ് ആട്രിയം. റൈറ്റ് ആട്രിയം എന്തൊക്കെയാ ചെയ്യുന്നത് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് റൈറ്റ് വെൻട്രിക്കിൾ എന്താ ചെയ്യുന്നത് പഠിക്കണം. പിന്നെ ലെഫ്റ്റ് ആട്രിയം എന്താ ചെയ്യുന്നത് പഠിക്കണം. ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്താ ചെയ്യുന്നത് എന്ന് പഠിക്കണം. ഓക്കെ, ഓരോ അറയുടെ സ്പെഷ്യാലിറ്റീസ് നമ്മൾ പഠിക്കണം. അതിനു മുൻപ് മക്കൾ മനസ്സിലാക്കുക, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ ഹൃദയത്തിന്റെ വലത്തെ വശത്ത് എപ്പോഴും ഇംപ്യൂർ ബ്ലഡ് ആണ് ഉണ്ടാവുക. ഇംപ്യൂർ ബ്ലഡ്. ഓക്കെ, ഇനി റൈറ്റ് ആട്രിയത്തിനെ കുറിച്ച് പറയട്ടെ. റൈറ്റ് ആട്രിയം, ഈ റൈറ്റ് ആട്രിയത്തിൽ അശുദ്ധ രക്തമാണ് ഉണ്ടാവുക. ശരീരം വർക്ക് ചെയ്തു, ഹൃദയം അല്ല, ശരീരഭാഗങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇംപ്യൂർ ബ്ലഡ് ഉണ്ടാവും. ആ ഇംപ്യൂർ ബ്ലഡിനെ ഹൃദയത്തിലോട്ട് എത്തിക്കുന്ന രണ്ടാളുകളുണ്ട്. അപ്പോ ഇംപ്യൂർ ബ്ലഡ് ആദ്യം വരുന്നത് റൈറ്റ് ആട്രിയത്തിലോട്ടാണ്. ഇംപ്യൂർ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഓക്കെ, ഈ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എങ്ങോട്ടെത്തും? റൈറ്റ് ആട്രിയത്തിലോട്ടെത്തും. ഓക്കെ, ഇനി ഇനി റൈറ്റ് ആട്രിയത്തിൽ നിന്ന് ബ്ലഡ് എങ്ങോട്ടാ പോകുക? റൈറ്റ് വെൻട്രിക്കിളിലോട്ടാ പോവുക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ റൈറ്റ് ആട്രിയത്തിലോട്ട് ഇംപ്യൂർ ബ്ലഡിനെ കൊണ്ടുവരുന്ന രണ്ടാളുകളുണ്ട്. കണ്ട, മുകളിൽ ഒരു നീല ബ്ലഡ് വെസൽ ഉണ്ട്, അടിയിലും വലിയൊരു നീല ബ്ലഡ് വെസൽ ഉണ്ട്. ഇതിന്റെ പേരെന്താണെന്നറിയോ? ഇതിന്റെ പേരാണ് വീനക്കാവ. വീനക്കാവ. ഓക്കെ, ഇത് വീനക്കാവയാണ്. ഇതിന്റെ പേരാണ് വീനക്കാവ. ഓക്കെ, ഈ മുകളിലത്തെ ഒരു സാധനം കണ്ട, ഈ മുകളിലത്തെ സാധനത്തിന്റെ പേരാണ് സുപ്പീരിയർ വീനക്കാവ. മുകളിലത്തെ ആളാ. ഓക്കെ, വീനക്കാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ? വെയിൻസുകളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വെയിനാണ് നമ്മുടെ വീനക്കാവ. വെയിൻസുകളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല വലുപ്പം ചേർന്ന ഒരാളാണ്, വലുപ്പമുള്ള വെയിനാണ് വീനക്കാവ. രണ്ട് വീനക്കാവ ഉണ്ട്. ഇതാ, ഇത് സുപ്പീരിയർ വീനക്കാവ എന്ന് പറയും. കാണാനുണ്ട സുപ്പീരിയർ വീനക്കാവ? അപ്പൊ ഈ സുപ്പീരിയർ വീനക്കാവ എന്താ അറിയോ ചെയ്യുക? ശരീരത്തിന്റെ മേൽഭാഗത്ത് നിന്ന് ഇംപ്യൂർ ബ്ലഡിനെ ഹൃദയത്തിൽ റൈറ്റ് ആട്രിയത്തിലോട്ട് കൊണ്ടുപോകും. പിന്നെ അടിയിൽ ഒരാളുണ്ട്, ഇയാളുടെ പേര്, മറ്റത് സുപ്പീരിയർ ആണെങ്കിൽ ഇയാൾ ആരായിരിക്കും? ഇൻഫീരിയർ വീനക്കാവ. ഓക്കെ, അപ്പൊ സുപ്പീരിയർ വീനക്കാവ എന്ത് ചെയ്യറിയോ? സുപ്പീരിയർ വീനക്കാവ ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് ഇംപ്യൂർ ബ്ലഡിനെ റൈറ്റ് ആട്രിയത്തിലോട്ട് കൊടുക്കും. ഇൻഫീരിയർ വീനക്കാവ എന്ത് ചെയ്യും? ശരീരത്തിന്റെ താഴ്ഭാഗത്ത് നിന്ന് ഇംപ്യൂർ ബ്ലഡിനെ ശരീരത്തിന്റെ താഴ്ഭാഗങ്ങളിൽ നിന്ന് ഇംപ്യൂർ ബ്ലഡിനെ റൈറ്റ് ആട്രിയത്തിലോട്ട് കൊടുക്കും. കണ്ട, ഈ ഒരു ചെറിയൊരു സ്പേസ് ആണ് റൈറ്റ് ആട്രിയം. ഈ റൈറ്റ് ആട്രിയത്തിലോട്ട് കണക്ട് ചെയ്ത രണ്ട് വെയിൻസുകൾ ഉണ്ട്. ഒന്ന് സുപ്പീരിയർ വീനക്കാവയും മറ്റൊന്ന് ഇൻഫീരിയർ വീനക്കാവയും. സുപ്പീരിയർ വീനക്കാവ എന്ത് ചെയ്യും? ശരീരത്തിന്റെ മേൽഭാഗങ്ങളിൽ നിന്ന്, ദ അപ്പർ പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്ന് ഇംപ്യൂർ ബ്ലഡിനെ കളക്ട് ചെയ്തിട്ട് റൈറ്റ് ആട്രിയത്തിലോട്ട് കൊടുക്കും. ഇൻഫീരിയർ വീനക്കാവ എന്ത് ചെയ്യും? ലോവർ പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്ന് ഇംപ്യൂർ ബ്ലഡിനെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ റൈറ്റ് ആട്രിയത്തിലോട്ട് കൊടുക്കും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? അപ്പോ ആ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഹൃദയത്തിന് 4 അറകളുണ്ട്. റൈറ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ആട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഈ ബ്ലൂ കളർ ഡിനോട്ട് ചെയ്യണത് ഇംപ്യൂർ ബ്ലഡ് ആണ്. ഈ റെഡ് കളർ ഡിനോട്ട് ചെയ്യണത് പ്യുവർ ബ്ലഡ് ആണ്. ഹൃദയത്തിൽ 2 തരം ബ്ലഡുകളുണ്ട്, ശുദ്ധരക്തവും ഉണ്ട്, അശുദ്ധരക്തമുണ്ട്. ഈ ബ്ലൂ ആണ് അശുദ്ധരക്തം, ഈ റെഡ് ആണ് ശുദ്ധരക്തം. അങ്ങനെയാണെങ്കിൽ ഈ വലത്തെ വശത്ത് എപ്പോഴും അശുദ്ധ രക്തമാണ് ഉണ്ടാവുക, അശുദ്ധ രക്തം, ഇംപ്യൂർ ബ്ലഡ്. ഇടത്തെ വശത്ത് എപ്പോഴും എന്താണ്? ശുദ്ധരക്തമാണ് ഉണ്ടാവുക. അപ്പൊ റൈറ്റ് ആട്രിയത്തിലോട്ട് അശുദ്ധ രക്തത്തെ കൊണ്ടുവരുന്നത് സുപ്പീരിയർ വീനക്കാവ മുകളിൽ നിന്ന്. താഴെ നിന്ന് ഇൻഫീരിയർ വീനക്കാവ എന്ത് ചെയ്യും? അശുദ്ധ രക്തത്തെ റൈറ്റ് ആട്രിയത്തിലോട്ട് കൊടുക്കും. ഓക്കെ, ഇനി റൈറ്റ് ആട്രിയത്തിലോട്ട് ബ്ലഡ് നിറഞ്ഞു കഴിഞ്ഞാല് ഈ റൈറ്റ് ആട്രിയത്തിലെ ബ്ലഡ് എങ്ങോട്ട് പമ്പ് ചെയ്യും? റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പമ്പ് ചെയ്യും. ഓക്കെ, ഇതാണ് റൈറ്റ് ആട്രിയം. ഈ റൈറ്റ് ആട്രിയത്തിലെ ബ്ലഡ് നിറഞ്ഞു കഴിഞ്ഞാല് ഈ റൈറ്റ് ആട്രിയത്തിൽ നിന്ന് ബ്ലഡ് എങ്ങോട്ട് പമ്പ് ചെയ്യും? റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പമ്പ് ചെയ്യും. ഓക്കെ, ഈ റൈറ്റ് വെൻട്രിക്കിൾ, ഇനി അടുത്ത റൈറ്റ് വെൻട്രിക്കിൾ ആണേ, അല്ല ഇനി ലെഫ്റ്റ് ആട്രിയം.
ലെഫ്റ്റ് ആട്രിയത്തിനെ കുറിച്ചിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, റൈറ്റ് ആട്രിയത്തിൽ ബ്ലഡ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകും. റൈറ്റ് വെൻട്രിക്കിൾ അവിടെ കിടക്കട്ടെ. നമുക്ക് ലെഫ്റ്റ് ആട്രിയം നോക്കാം. നിങ്ങൾ മനസ്സിലാക്കുക, ഈ റൈറ്റ് ആട്രിയത്തിലോട്ട് നിറയുന്നത് അശുദ്ധ രക്തമാണ്. ഇവിടെ നമ്മുടെ ലെഫ്റ്റ് ആട്രിയം ഉണ്ട്. ലെഫ്റ്റ് ആട്രിയത്തിൽ എന്താ നിറയുക? ശുദ്ധരക്തം നിറയും. എങ്ങനെയാ അറിയോ ശുദ്ധരക്തം? ശുദ്ധരക്തം എവിടുന്നാ കിട്ടുന്നുണ്ടാവുക? ഈ രക്തത്തെ പ്യൂരിഫൈ ചെയ്യുന്നത് ആരാ? നമ്മുടെ ലങ്സ് ആണ് അല്ലെ? ഹൃദയം പ്യൂരിഫൈ, ലങ്സ്, ശ്വാസോഘോഷം, ലങ്സ് പ്യൂരിഫൈ ചെയ്ത് ശുദ്ധരക്തം ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് നിറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എല്ലാം ഒക്കെ ഒരുമിച്ച് നടക്കുന്ന പ്രോസസ്സാണ്. റൈറ്റ് ആട്രിയത്തിൽ എന്ത് നിറയും? അശുദ്ധരക്തം നിറയും. ലെഫ്റ്റ് ആട്രിയത്തിൽ എന്ത് നിറയും? ശുദ്ധരക്തം നിറയും. ഇത് രണ്ടും വന്നിട്ട് നിറയും, ബ്ലഡ് നിറഞ്ഞുകൊണ്ടിരിക്കും. അപ്പുറത്തും ഇപ്പുറത്തും ഒരേ സമയത്താണ് നടക്കുന്നത്, അല്ലാണ്ട് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് അല്ല. രണ്ട് കാര്യം ഒരുമിച്ചാ നടക്കുന്നത്. കണ്ട, അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഹൃദയത്തിലോട്ട് ബ്ലഡ് പമ്പ് ചെയ്യണത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ലെഫ്റ്റ് ഏട്രിയം ഇല്ലേ, ഈ ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് ആരാണ് ബ്ലഡ് കൊണ്ട് കൊണ്ടുവരുന്നത് എന്നറിയോ? ആരാറി കൊണ്ടുവരുന്നത്? ഇവിടെ രണ്ട് പൈപ്പ് കണ്ട, ഇവിടെ രണ്ട് ചുവപ്പ് പൈപ്പ് കണ്ട, ആരാത്? ആരത്? ആരത്? പറഞ്ഞുതരാം. അയാളുടെ പേരാണ് പൾമനറി വെയിൻ. വെയിനാണോ? ഹലോ, പൾമനറി വെയിൻ. പൾമനറി വെയിൻ. ഓക്കെ, പൾമനറി എന്നുള്ള വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ലങ്സുമായി ബന്ധപ്പെട്ടതാ. പൾമനോളജിസ്റ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? പൾമനോളജിസ്റ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ, പൾമനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലങ്സുമായി ബന്ധപ്പെട്ട് കിടക്കണ വാക്കാണ് അല്ലേ? സോ പൾമനറി വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലങ്സിൽ നിന്നും വരുന്ന വെയിൻ. ഓക്കെ, ശ്വാസോഘോഷത്തിൽ നിന്നും വരുന്ന വെയിനാണ് പൾമനറി വെയിൻ. പൾമനറി വെയിൻ എന്ത് ചെയ്യും? ശുദ്ധരക്തത്തെ ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് കൊടുക്കും. കണ്ട, ഇത് രണ്ടുമാണ് പൾമനറി വെയിൻ. നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ വെയിൻസുകളും അശുദ്ധ രക്തമാണ് ക്യാരി ചെയ്യുക. പക്ഷെ പൾമനറി വെയിൻ എന്താ ചെയ്യുക? ശുദ്ധരക്തത്തെ ക്യാരി ചെയ്യും. ഞാൻ ഈ ബ്ലഡ് വെസൽസ് എടുക്കുമ്പോൾ പറഞ്ഞു അല്ലെ, ആർട്ടറീസിൽ എപ്പോഴും ശുദ്ധരക്തം ഉണ്ടാവുക, വെയിൻസുകളിൽ എപ്പോഴും അശുദ്ധ രക്തം ഉണ്ടാവുക. ഓക്കെ, പക്ഷെ പൾമനറി വെയിനിൽ എന്താ ഉണ്ടാവുക? പൾമനറി വെയിനിൽ ശുദ്ധരക്തമാണ് ഉണ്ടാവുക. ഓൾ ദ വെയിൻസ് ക്യാരി ഇംപ്യൂർ ബ്ലഡ്, ബട്ട് പൾമനറി വെയിൻ ക്യാരി പ്യുവർ ബ്ലഡ്. അങ്ങനെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. എല്ലാ വെയിൻസിലും അശുദ്ധ രക്തമാണ് ഉണ്ടാവുക, പക്ഷെ പൾമനറി വെയിനിൽ എന്താണ്? ശുദ്ധരക്തമാണ് ഉണ്ടാവുക കേട്ടാ. അപ്പൊ പൾമനറി വെയിൻ എന്ത് ചെയ്യും? ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് ബ്ലഡിനെ കൊണ്ടുവരും. സോ ലെഫ്റ്റ് ആട്രിയം വിൽ റിസീവ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദി ലങ്സ്. ആരാ കൊണ്ടുവരുന്നത്? പൾമനറി വെയിൻ ആണ്. ഇനി ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് ബ്ലഡ് നിറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിന്റെ പ്രഷർ ഇവിടെ ഭയങ്കര കൂടും. അപ്പൊ എന്ത് ചെയ്യും? ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്ന് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് പോകും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ മിസ് ഇതുവരെ പറഞ്ഞത് റൈറ്റ് ആട്രിയവും ലെഫ്റ്റ് ആട്രിയത്തിനെ കുറിച്ചിട്ടാണ്. റൈറ്റില് എപ്പോഴും ഇംപ്യൂർ ബ്ലഡ് ആണ് ഉണ്ടാവുക, ലെഫ്റ്റ് ആട്രിയത്തിൽ എപ്പോഴും പ്യുവർ ബ്ലഡ് ആണ് ഉണ്ടാവുക. റൈറ്റ് ആട്രിയത്തിലോട്ട് ഇംപ്യൂർ ബ്ലഡിനെ കൊണ്ടുവരുന്നത് സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് പ്യുവർ ബ്ലഡിനെ കൊണ്ടുവരുന്നത് പൾമിനറി വെയിൻസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ മനസ്സിലായി. സന, Yes. ഇസത്ത് മനസ്സിലായോ? ഇസത്തെ ആ ലേറ്റ് ആയില്ലേ മനസ്സിലായി. ജോയിൻ ചെയ്യാന്? മനസ്സിലായോ ആ ഇസത്തെ? അത് മനസ്സിലായി മിസ്. അയ്യോ, ആരുടെ സൗണ്ടും കേൾക്കാനില്ലല്ലോ. ഹലോ, മനസ്സിലായി. കേൾക്കുന്നുണ്ട്. പറയുന്നുണ്ട്. ഹലോ, ഒന്നും കേൾക്കാനില്ലല്ലോ. ഹലോ, എനിക്കൊന്നും ഹലോ, കേൾക്കാനില്ല. കേൾക്കുന്നുണ്ട്. അയ്യോ, ഹലോ, യെസ് മാം, എന്താപ്പൊന്നും കേൾക്കാത്ത? കേൾക്കുന്നുണ്ട്. എന്താപ്പണ്ടായി? ഒരു മെസ്സേജ് ഇട്ടോ മക്കളെ, കേൾക്കുന്നുണ്ടെങ്കിൽ.
ആ കേൾക്കുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. എനിക്കെന്തോ ഒരു പ്രശ്നമുണ്ട്, കേൾക്കുന്നില്ല, എന്താന്നറിയില്ല. പക്ഷെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അത് മതി. ഓക്കെ. അപ്പൊ ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് ചെയ്യണേ. കണ്ടിന്യൂ ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ഒരു ഓക്കെ ഇടോ? കണ്ടിന്യൂ ചെയ്യാം. സർ കേൾക്കണ്ട. കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ. ആ ഇനി അപ്പോ അതും കഴിഞ്ഞു. ഇനി അടുത്തതാണ് റൈറ്റ് വെൻട്രിക്കിൾ. നോക്കിയേ, റൈറ്റ് ആട്രിയത്തിലോട്ട് ബ്ലഡ് നിറഞ്ഞു കഴിഞ്ഞാല് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകും. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഹൃദയത്തിന് 4 വാൾവ് ഉണ്ട്. ഹൃദയത്തിന് 4 വാൾവ് ഉണ്ട്. ഓക്കെ. അപ്പൊ റൈറ്റ് ആട്രിയവും റൈറ്റ് വെൻട്രിക്കിളും കണക്ട് ചെയ്യുന്ന ഒരു വാൾവ് ഉണ്ട് ഇവിടെ. ട്ടാ. ഈ റൈറ്റ് ആട്രിയത്തിലോട്ട് ബ്ലഡ് നിറഞ്ഞു കഴിഞ്ഞാല് ഈ വാൾവ് അങ്ങോട്ട് തുറക്കും. എന്നിട്ട് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് ഒഴുകും. ഓക്കെ. അതുവരെ ഈ റൈറ്റ് ആട്രിയത്തിൽ ബ്ലഡ് നിറഞ്ഞാലാണ് ഈ ഇവിടുത്തെ ഒരു വാൾവ് തുറക്കുക. മനസ്സിലായ? അങ്ങനെയാണെങ്കിൽ ആ വാൾവിനെ കുറിച്ച് മിസ് പറഞ്ഞുതരാം. ഏത് വാൾവാന്ന് പറഞ്ഞുതരാം. കണ്ട, ആ വാൾവിന്റെ പേരാണ് ട്രൈകസ്പിഡ് വാൾവ്. ട്രൈകസ്പിഡ് വാൾവ്. നിങ്ങൾ കണ്ട, ഈ റൈറ്റ് ആട്രിയത്തിനെയും റൈറ്റ് വെൻട്രിക്കിളിനെയും കണക്ട് ചെയ്യുന്ന വാൾവാണ് ട്രൈകസ്പിഡ്. കണ്ട, 3 കസ്പുള്ള വാൾവാണ്. കണ്ട, ഇത് വാൾവ് അടഞ്ഞിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വാൾവ് അടഞ്ഞിരിക്കുക കേട്ടാ. അപ്പൊ റൈറ്റ് ആട്രിയത്തിലോട്ട് ബ്ലഡ് നിറയുന്ന സമയത്ത് ഈ വാൾവ് അടഞ്ഞിരിക്കും. റൈറ്റ് ആട്രിയത്തിൽ ബ്ലഡ് നിറഞ്ഞിട്ട് ഭയങ്കര പ്രഷർ അങ്ങോട്ട് കൂടും. അപ്പൊ വാൾവ് ഫോഴ്സ്ഫുള്ളി അത് ഓപ്പൺ ആവും. കണ്ട, വാൾവ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ എന്ത് ചെയ്യും? അപ്പോ അപ്പോ നമ്മുടെ റൈറ്റ് ആട്രിയത്തിൽ നിന്ന് ഈ വാൾവ് ഓപ്പൺ ആയിട്ട് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് കയറും. ഈ വാൾവിന്റെ പേരാണ് ട്രൈകസ്പിഡ് വാൾവ്. ട്രൈകസ്പിഡ് വാൾവ്. ഓക്കെ. റൈറ്റ് ആട്രിയത്തിനെയും റൈറ്റ് വെൻട്രിക്കിളിനെയും കണക്ട് ചെയ്യുന്ന ഈ വാൾവിന്റെ പേരാണ് ട്രൈകസ്പിഡ് വാൾവ്. ട്രൈകസ്പിഡ് വാൾവ്. ഓക്കെ. അപ്പൊ എക്സാമിന് ചോദിക്കും, ട്രൈകസ്പിഡ് വാൾവ് എവിടെയാ കാണുക? ട്രൈകസ്പിഡ് വാൾവ് കാണുന്നത് റൈറ്റ് ആട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലാണ്. ഓക്കെ. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഹൃദയത്തിന് 4 വാൾവുകൾ ഉണ്ട്. ഓരോന്നും പറഞ്ഞുതരാം. ഓക്കെ. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യത്തെ വാൾവ് നമ്മുടെ ട്രൈകസ്പിഡ് വാൾവാണ്. കണ്ട, ട്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കസ്പുള്ള വാൾവാണ്. ഈ വാൾവ് ക്ലോസ് ആയിട്ടിരിക്കുന്നതാണ് ഇങ്ങനെ, ഓപ്പൺ ആയിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടാ. അപ്പൊ റൈറ്റ് ആട്രിയത്തിൽ ബ്ലഡ് ഇങ്ങനെ നിറയും. സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും ചീത്ത ബ്ലഡ്. കണ്ട, സുപ്പീരിയർ വീനക്കാവ, ഇൻഫീരിയർ വീനക്കാവ, ഇവര് 2 പേരും കൂടിയിട്ട് അശുദ്ധ രക്തത്തെ എങ്ങോട്ട് കൊണ്ടുപോകും? റൈറ്റ് ആട്രിയത്തിലോട്ട് കൊണ്ടുപോകും. ഈ റൈറ്റ് ആട്രിയത്തിന്റെ പ്രഷർ താങ്ങാൻ പറ്റാണ്ട് ഈ ട്രൈകാസ്പിഡ് വാൾവ് അങ്ങോട്ട് തുറക്കും. ട്രൈകാസ്പിഡ് വാൾവ് തുറന്നു കഴിഞ്ഞാൽ ബ്ലഡ് മുഴുവൻ റൈറ്റ് ആട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് ഒഴുകും. ഓക്കെ. ഇതാണ് സംഭവിക്കുന്നത്. മനസ്സിലായോ? ഇനി മറ്റൊരു വാൾവ് ഉണ്ട്. ഇപ്പൊ മിസ് റൈറ്റ് ആട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് എങ്ങനെ ഒഴുകുക എന്ന് മനസ്സിലായി പറഞ്ഞു. ട്രൈകസ്പിഡ് വാൾവ് തുറന്നിട്ടാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ പൾമനറി വെയിൻസ് എന്ത് ചെയ്യും? ലങ്സിൽ നിന്ന് ശുദ്ധരക്തത്തെ പൾമനറി വെയിൻസുകൾ വഴി ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് എത്തും. ലെഫ്റ്റ് ആട്രിയത്തിലാണെങ്കിൽ എന്താ? ശുദ്ധരക്തത്തിന്റെ പ്രവാഹം കൂടിയിട്ട് അവർക്ക് പ്രഷർ താങ്ങാൻ പറ്റില്ല. അപ്പോ ഈ ലെഫ്റ്റ് ആട്രിയത്തിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു വാൾവ് ഉണ്ട് ഇവിടെ. ലെഫ്റ്റ് ആട്രിയത്തിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും കണക്ട് ചെയ്തുകൊണ്ടൊരു വാൾവ് ഉണ്ട്. 2 കസ്പുള്ള വാൾവ്. അതിനെ നമ്മൾ ബൈകസ്പിഡ് വാൾവ് എന്ന് പറയും. ബൈകസ്പിഡ് വാൾവിന്റെ മറ്റൊരു പേരാണ് മിട്രൽ വാൾവ്. മിട്രൽ വാൾവ്. മക്കൾ മനസ്സിലാക്കുക, ലെഫ്റ്റ് ആട്രിയത്തിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും കണക്ട് ചെയ്യുന്ന വാൾവാണ് ബൈകസ്പിഡ് വാൾവ്.
റൈറ്റ് ആട്രത്തിനെയും റൈറ്റ് വെൻട്രിക്കിളിനെയും കണക്ട് ചെയ്യുന്ന വാൾവിന് പറയുന്ന പേരാണ് ട്രൈകസ്പിഡ് വാൾവ്. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് ആട്രിയത്തിൽ ബ്ലഡിന്റെ പ്രഷർ താങ്ങാൻ പറ്റാണ്ട് ലെഫ്റ്റ് ആട്രിയം എന്ത് ചെയ്യും? ഈ ബൈകസ്പിഡ് വാൾവിനെ അങ്ങോട്ട് ഓപ്പൺ ചെയ്യും. ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്ന് ഈ ബ്ലഡ് എന്ത് ചെയ്യും? ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് വരും. ഓക്കെ, ഇതാണ് ബൈകസ്പിഡ് വാൾവ്. രണ്ട് കസ്പാണ്. മനസ്സിലായോ? നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, റൈറ്റിൽ എപ്പോഴും അശുദ്ധ രക്തം, ഇംപ്യൂർ ബ്ലഡ്. ലെഫ്റ്റിൽ എപ്പോഴും ശുദ്ധരക്തം. റൈറ്റ് ആട്രിയത്തിനെയും റൈറ്റ് വെൻട്രിക്കിളിനെയും കണക്ട് ചെയ്യുന്ന വാൾവിന്റെ പേര് ട്രൈകസ്പിഡ് വാൾവ്. ലെഫ്റ്റ് ആട്രിയത്തിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും കണക്ട് ചെയ്യുന്ന വാൾവിന്റെ പേര് ബൈകസ്പിഡ് വാൾവ്. മനസ്സിലായോ? ഈ വാൾവ് തുറക്കുമ്പോൾ മാത്രമേ ഹൃദയത്തിൽ നിന്ന് ഒരു അറയിൽ നിന്ന് മറ്റൊരു അറയിലോട്ട് ബ്ലഡ് പമ്പ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, കുറെ ആളുകൾക്ക് ഹാർട്ടിന്റെ വാൾവിന് പ്രശ്നം ഉണ്ടാവും അല്ലെ? ഹാർട്ടിന്റെ വാൾവിന് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവരുടെ വാൾവ് തുറന്നിട്ടില്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് ബ്ലഡ് പമ്പ് ചെയ്യില്ല. ഹൃദയത്തിലോട്ട് പ്രോപ്പറായിട്ട് ബ്ലഡ് എത്തിയിട്ടില്ലെങ്കിൽ എന്താ അവസ്ഥ? മരണം സംഭവിക്കും. അതുകൊണ്ടാണ് ഈ വാൾവ് മാറ്റൽ ശസ്ത്രക്രിയയൊക്കെ നമ്മൾ ചെയ്യില്ലേ? ജന്മനാ വാൾവിന് പ്രശ്നമായിട്ട് ജനിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ വാൾവിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. വാൾവ് ഉണ്ടെങ്കിൽ മാത്രമേ ഹൃദയം തുറക്കുള്ളൂ, ഹൃദയത്തിന്റെ അറകൾ ഓപ്പൺ ആവുള്ളൂ. ഓപ്പൺ ആയി കഴിഞ്ഞാൽ മാത്രമേ ഒരറയിൽ നിന്ന് മറ്റൊരു അറയിലോട്ട് ബ്ലഡ് ഒഴുകുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് വാൾവിന്റെ ഒരു ഇമ്പോർട്ടൻസ്. നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്കിന്റെ വാൾവ് ഇല്ലേ? വാൾവ് തുറന്നാലല്ലേ വെള്ളം വരുള്ളൂ. അതേപോലെ ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാൾവ് പ്രോപ്പർ ആയിട്ട് അടക്കും തുറക്കും വേണം. ഓക്കെ, അതിന് കംപ്ലൈന്റ് വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു വാൾവ് ഉണ്ട്, പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഫോട്ടോ ആ ഫോട്ടോവും കാണുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടാ? ഇത് ഹൃദയത്തിന്റെ ഒരു ആനിമേറ്റഡ് പിക്ചർ ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാ? ഇത് റൈറ്റ് ആട്രിയം, ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോറി, ഇത് റൈറ്റ് ആട്രിയം, ഇത് റൈറ്റ് വെൻട്രിക്കിൾ. ഇത് ലെഫ്റ്റ് ആട്രിയം, ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, അപ്പോ ഇത് കണ്ട, ഇത് സുപ്പീരിയർ വീനക്കാവ് എന്ത് ചെയ്യും? സുപ്പീരിയർ വീനക്കാവ എന്ത് ചെയ്യും? അപ്പർ പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്ന് ഇംപ്യൂർ ബ്ലഡിനെ റൈറ്റ് ആട്രിയത്തിലോട്ട് കൊടുക്കും. ഇൻഫീരിയർ വീനക്കാവ് എന്ത് ചെയ്യും? ലോവർ പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്ന് ഇംപ്യൂർ ബ്ലഡിനെ റൈറ്റ് ആട്രിയത്തിലോട്ട് കൊടുക്കും. ഇത് റൈറ്റ് ആട്രിയം, റൈറ്റ് ആട്രിയം. റൈറ്റ് ആട്രിയം കണ്ട, ഇത് റൈറ്റ് ആട്രിയം ആണ് കേട്ടാ. ഇനി റൈറ്റ് ആട്രിയത്തിനെയും റൈറ്റ് വെൻട്രിക്കിളിനെയും കണക്ട് ചെയ്യുന്ന ഇവിടുത്തെ വാൾവാണ് ട്രൈകസ്പിഡ് വാൾവ്. ഓക്കെ, അപ്പൊ റൈറ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ. ട്രൈകസ്പിഡ് വാൾവ് തുറന്നപ്പോൾ റൈറ്റ് ആട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളോട്ട് ബ്ലഡ് ഒഴുക്കി. ഇനി ബ്ലഡ് എങ്ങോട്ടാ പോവുക? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് ഇനി എങ്ങോട്ടറിയ പോവുക? മിസ് ഓൾറെഡി പറഞ്ഞു, റൈറ്റ് ഭാഗത്ത് എന്താ ഉള്ളത്? ഇംപ്യൂർ ബ്ലഡ് ആണുള്ളത്. ഈ ഇംപ്യൂർ ബ്ലഡ് ശുദ്ധീകരിക്കണ്ടേ? ഇംപ്യൂർ ബ്ലഡ് ശുദ്ധമായിട്ട് വരണം, എങ്കിൽ മാത്രമേ ശരീരത്തിന് ആ ബ്ലഡിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അശുദ്ധ രക്തത്തെ റിമൂവ് ചെയ്തിട്ട് ബ്ലഡ് ശുദ്ധീകരണം നടക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ പ്രോപ്പർ ഫങ്ഷനിങ് നടക്കൂ. ഓക്കെ, സോ റൈറ്റ് ആട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് ബ്ലഡിനെ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന വാൾവ് ഉണ്ട്, ട്രൈകസ്പിഡ് വാൾവ്. അത് തുറന്നപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ ബ്ലഡ് എത്തി. ഇതൊക്കെ അശുദ്ധ രക്താണ്. ഈ ഹൃദയത്തിന്റെ വലത്തെ ഭാഗത്തുള്ളത് കംപ്ലീറ്റ് അശുദ്ധ രക്താണ്. ഇത് ശുദ്ധീകരിക്കാൻ പോകുന്നത് എങ്ങോട്ടാ? ലങ്സിലോട്ടാ. കണ്ട, ഇവിടെ ലങ്സ് ഉണ്ട്. ഈ ലങ്സിലോട്ടാണ് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് ലങ്സിലോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ ലങ്സിലോട്ട് ഹൃദയത്തിലെ ഏത് ആളാണ് ലങ്സിലോട്ട് ബ്ലഡ് കൊണ്ടുപോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൾമനറി ആർട്ടറിയാണ്. ഓക്കെ, ഈ സാധനം ഇല്ലേ, ഇതിനെ വിളിക്കുന്ന പേരാണ് പൾമനറി ആർട്ടറി. ഇത് റൈറ്റ് വെൻട്രിക്കിൾ, ഇത് റൈറ്റ് ആട്രിയം, ഓക്കെ, ഇത് റൈറ്റ് ആട്രിയം. ഇനി ഇത് റൈറ്റ് വെൻട്രിക്കിൾ. ഇത് റൈറ്റ് വെൻട്രിക്കിൾ, ഇത് റൈറ്റ് വെൻട്രിക്കിൾ ആണ്. മനസ്സിലായത്? റൈറ്റ് ആട്രിയം, ഇത് റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലോട്ട് ബ്ലഡ് കൊണ്ടുപോകുന്ന ആളുടെ പേര് ആരാ? പൾമനറി ആർട്ടറി, പൾമനറി ആർട്ടറി.
പൾമനറി ആർട്ടറി. ഇയാളുടെ പേര് പൾമനറി ആർട്ടറി. ആ ബ്ലൂ കളറുള്ള ആർട്ടറി ഇല്ലേ, അതിന്റെ പേരാണ് പൾമനറി ആർട്ടറി. പൾമനറി ആർട്ടറി. ഓക്കെ. സോ പൾമനറി ആർട്ടറി എന്ത് ചെയ്യും? ഹൃദയത്തിൽ നിന്ന് അശുദ്ധ രക്തത്തെ എടുത്ത് ലങ്സിലോട്ട് കൊണ്ടുപോകും. മിസ് ഓൾറെഡി ആദ്യം പറഞ്ഞു ബ്ലഡ് വെസൽസ് എടുത്തപ്പോ എല്ലാ ആർട്ടറിയിലും എന്താ ഉണ്ടാവുള്ളൂ? ശുദ്ധരക്തം ഉണ്ടാവുള്ളൂ. പക്ഷെ പൾമനറി ആർട്ടറിയിൽ എന്താ ഉണ്ടാവുക? അശുദ്ധ രക്തമാണ് ഉണ്ടാവുക. All arteries will carry impure blood, but pulmonary artery will carry only impure blood. Impure blood. Okay. അപ്പൊ പൾമനറി എന്നുള്ള വാക്ക് ലങ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാ. ലങ്സിനോട്ട് കൊണ്ടുപോകുന്നതും ലങ്സിൽ നിന്ന് വരുന്നതും പൾമനറികളാണ്. സോ പൾമനറി ആർട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൃദയത്തിൽ നിന്ന് അശുദ്ധ രക്തത്തെ ലങ്സിലോട്ട് കൊണ്ടുപോകുന്ന ആർട്ടറി, പൾമനറി ആർട്ടറി. ഈ പൾമനറി ആർട്ടറി എന്ത് ചെയ്യും? ലങ്സിലോട്ട് ബ്ലഡ് കൊണ്ടുപോയിട്ട് ലങ്സ് അതിനെ ശുദ്ധീകരിക്കും. ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ലങ്സ് തിരിച്ച് പൾമനറി വെയിൻസുകൾ വഴി ലെഫ്റ്റ് ആട്രത്തിലോട്ട് ബ്ലഡ് കൊടുക്കും. മാം മെസ്സേജ് അയക്കുന്ന ആരാ? കാണാമല്ലോ. ഹലോ മിസ്സേ, കേൾക്കാണ്ട് പറയണേ.